ഇവിടെ നമുക്ക് എളുപ്പത്തിലൊരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയല്ലോ. ഞാനിവിടെ കോവയ്ക്ക ഇങ്ങനെ നീളത്തിലരിഞ്ഞു. അതിനകത്ത് 1/2 സ്പൂൺ ഉപ്പ് ചേർത്തു, മുളക് പൊടി 1/2 സ്പൂൺ ചേർത്തു. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചു. അത് കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ ഇളക്കി വെച്ച് ഒരു പാൻ ചൂടാക്കി അതിനകത്ത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കോവയ്ക്ക നമുക്ക് അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് പിന്നെ നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ നല്ലപോലെ നമുക്ക് അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് എളുപ്പം ഇത് അങ്ങ് മൂത്ത് വരുന്നതാണ്. നമ്മുടെ ഇവിടെ കോവയ്ക്ക ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാം. നമുക്ക് അന്നേരം ഞാൻ ഒരു മുട്ടയും കൂടെ ഇതിനകത്ത് ചിക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ആ പാനിനകത്ത് തന്നെ ഒരു സവാള ഞാൻ അരിഞ്ഞ് അതിനകത്ത് ഇച്ചിരി ഇഞ്ചി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. 3 മുട്ട ഞാൻ എടുത്തതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ചൂടെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് നല്ലപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിക്കി എടുക്കാം. ഒന്ന് നല്ലപോലെ ഇങ്ങനെ ചിക്കി എടുത്ത് ഇത് എളുപ്പമെന്നാവും. നമുക്ക് ഇതും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അന്നേരം ഇവിടെ നമുക്ക് മുട്ട ഇങ്ങനെ ചിക്കിയതുമായിട്ടുണ്ട്. നമുക്ക് അന്നേരം മുട്ട ചിക്കിയതും ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ആയിട്ടുണ്ട്. ഞാൻ അന്നേരം കൊണ്ട് ചപ്പാത്തി നമുക്ക് എളുപ്പം ഒന്ന് ചുട്ടെടുക്കാം. ഞാൻ എളുപ്പം ചപ്പാത്തി ഇതിങ്ങനെ ചുട്ടെടുത്തു. നമുക്കിത് എളുപ്പമാണല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.